കോൺഗ്രസ് ആയിരിക്കുള്ളൂ. 10 വർഷം ഇരുന്നില്ലേ ഇവര്? എന്റെ അഭിപ്രായം UDF-നാണ്. എന്താണ് അങ്ങനെ പറയാനുള്ളത്? ഞാൻ ജനിച്ച കാലം തൊട്ട് UDF ആണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത് തന്നെയാണ് താല്പര്യവും. UDF ആയിരിക്കുമെന്ന് തോന്നുന്നു. എന്താന്ന് പറഞ്ഞാല് കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF ഭരിക്കല്ലേ. അപ്പൊ ഇനിയൊന്ന് മാറി വരട്ടെ. ഭരണമാറ്റം ആവശ്യമാണ്. നേരത്തെ അറിഞ്ഞല്ല UDF ആണ് വരണത്. ഈ ഉദ്യോഗസ്ഥന്മാരെ നേരെ നിലനിർത്തി അറിഞ്ഞൂടാ മുഖ്യമന്ത്രി. അതൊരു മുഖ്യമന്ത്രിക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ നിലനിർത്തണമെന്ന് അറിഞ്ഞൂടാത്ത ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഒരു ഭരണമാറ്റം വേണം. ഭരണമാറ്റം വേണം. അപ്പൊ ഉദ്യോഗസ്ഥന്മാർ ചെറിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. UDF ജയിക്കും, അല്ലാതെ പിന്നെ വേറെ ആരും ജയിക്കാനാ? എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു കാര്യം? ഭരണത്തിന്റെ പിണറായിസത്തിന്റെ അങ്ങേയറ്റം. അപ്പൊ ഈ ഒരു തുടർ ഭരണം വേണ്ടെന്നാണ്? വേണ്ടെന്ന് തന്നെയാ. ഇതുപോലെ ഒരു നാരിക ഭരണം ഉണ്ടായിട്ടില്ല. അപ്പൊ ആര് മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ് ചേട്ടന്റെ? ആരെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ പല നേതാക്കന്മാരുണ്ട്. അത് കേന്ദ്രത്തിൽ നിന്ന് തീരുമാനിക്കും ആരാന്ന്. അവർ മുഖ്യമന്ത്രിയാവും. നല്ലത് ചെയ്താരോ അവർക്കാണ് വരാൻ സാധിക്കും. ഇത്രയും നാളത്തെ ഒരു നിരീക്ഷണം വെച്ചിട്ട് ആർക്കായിരിക്കും? ഇത്രയും നാളത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഒരു മാറ്റം അനിവാര്യമാണ്. തുടർ ഭരണം വേണ്ടെന്നല്ല, നല്ല ആരാണോ ഒരു ഭരിക്കട്ടെ എന്നുള്ളതാണ്. അറിയാലോ ഇത്രയും നാളെ 10 വർഷം ഭരിച്ചില്ല കണക്കുകൾ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏതാണോ ബെറ്റർ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അടുത്ത് വരുന്നതായിരിക്കും നല്ലതെന്നാണ് ഇപ്പോഴും എന്റെ അഭിപ്രായം. UDF എന്നാണ്. ജനങ്ങളും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടിച്ചോറാക്കി എടുത്തുള്ളൂ. അപ്പൊ LDF വരണ്ട, തുടർ ഭരണം വേണ്ട. അയ്യോ ഇത് വേണ്ട, വിജയം തന്നാ മതി. അഭിപ്രായത്തിൽ LDF വരും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? LDF-ന്റെ നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഈ എക്സിറ്റ് പോൾ സർവേയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ എക്സിറ്റ് പോൾ അഭിപ്രായത്തില് UDF ആണ് പറയുന്നത്. അത് പറയുമായിരിക്കും. പക്ഷെ വരുന്നത് LDF വരാനാണ് 90% സാധ്യത. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി വന്നാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഉറപ്പുണ്ട്. അപ്പൊ ഒരു തുടർ ഭരണം വന്നാലും ഒരു കേരളത്തിലൊരു മാറ്റങ്ങളുണ്ടാവും. രാഷ്ട്രീയ ചായ്വ് വെച്ച് പറയണമല്ല, പൊതുവിൽ അങ്ങനെയാണ്. അപ്പൊ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളും എങ്ങനെയാണ്? ക്ഷേമപ്രവർത്തനം നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് തുടർച്ച വരണമെങ്കിൽ തുടർ ഭരണം വരണം. നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടല്ലോ ഈ ഒരു അഴിമതിയും കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. നെഗറ്റീവ് അഴിമതി എന്തെങ്കിലും അഴിമതി വിളിച്ചു തുടരാൻ പറ്റുക? അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഇല്ലല്ലോ. പറയുന്നുള്ള പലരും പറയും അഴിമതിയാണ് അഴിമതി. പക്ഷെ ഒന്നും തെളിച്ച് വന്നിട്ടില്ലല്ലോ. അവരുടെ പേരിൽ വന്ന ഒരു കുറ്റം ആരോപിച്ചു വന്നിട്ടുള്ളതല്ലാതെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ അഴിമതി ഉണ്ടേ തെളിയിക്കൂലേ? ഇവിടെ കോടതികളില്ലേ? അപ്പോൾ തുടർ ഭരണം LDF-ന് തീർച്ചയായും ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ കണക്കൂട്ടൽ. UDF ഭരണസമിതിയിൽ വരണം, എന്നാലേ ന്യായമായ കാര്യങ്ങൾ നടക്കുള്ളൂ. അതായത് ഇടതുപക്ഷം കൊള്ളയും കൂലിവെപ്പും അല്ലേ നടത്തിക്കൊണ്ടിരുന്നത് ഈ 10 വർഷക്കാലം. അതുകൊണ്ട് UDF തന്നെ അധികാരത്തിൽ വേണം. തുടർ ഭരണം വേണ്ടെന്നാണ്? തുടർ ഭരണം വേണ്ട. ഇവിടെ ഇപ്പോഴത്തെ ഭരണത്തിന് ഭയങ്കര സന്തോഷം. ഒരുപാട് വികസനം ചെയ്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു തുടർ ഭരണം വേണമെന്നാണ്? വേണം. അപ്പൊ ജനത്തിന് വിരോധി വന്നാലേ ഇലക്ഷൻ പിന്നെ അടുത്ത പ്രാവശ്യം പിന്നെ ജയിക്കുള്ളൂ. അപ്പൊ സഖാവ് തന്നെ വരണമെന്നാണ്? സഖാവ് തന്നെ വേണം. ഓക്കെ. LDF UDF NDA അല്ല, NDA വരുത്തുന്നില്ല. NDA എങ്ങനെ വരാൻ സാധ്യല്ല. അവർ 2-3 സീറ്റൊക്കെ പിടിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ UDF LDF-നെ സംബന്ധിക്കാൻ പറയുകയാണെങ്കിൽ മൂന്നാമത് ഒരു ഭരണം അവർ ഉദ്ദേശിക്കുന്നത് LDF അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പ്രതിപക്ഷമായിട്ടിരുന്ന കോൺഗ്രസ് പാർട്ടി, അതായത് UDF അതിഭയങ്കരമായ വർക്ക് അവർ നടത്തിയത്. അതുകൊണ്ട് ആ വർക്കിന് പരാജയം ഉണ്ടാകാൻ സാധ്യതയില്ല. അവർ ഭരണത്തിലെത്തുമെന്നാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും LDF മോശമായ പ്രതീക്ഷയല്ല. അവർ മൂന്നാമതൊരു ഭരണത്തിലേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എല്ലാ സ്ഥിതികളും എനിക്ക് മനസ്സിലാവുന്നത്. മറ്റേതല്ല, VD സതീശന്റെ പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെയൊക്കെ വർക്ക് ഈ ഒരു 5 കൊല്ലം കൊണ്ട് തകർത്ത പരിപാടി നടത്തിയവർ. ഇന്നലെ വോട്ടിന് വേണ്ടിയല്ല അവർ ചെയ്തേ, അവരതിനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് UDF-ന് ഭൂരിപക്ഷം കിട്ടും. വലിയ ഭൂരിപക്ഷം വരത്തില്ല, ചെറിയ ഭൂരിപക്ഷത്തിൽ UDF ഭരിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ മുഖ്യമന്ത്രി ആര് വരണമെന്നാണ്? വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായത്തിൽ അവരൊക്കെ അവിടെ കണ്ടൊക്കെ ഫ്ലക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് പറഞ്ഞത് പഠനയച്ചവൻ പഠനായകനാവട്ടെന്ന. പഠനം അയച്ചത് VD സതീശന് ഈ വർഷങ്ങളെല്ലാം. അപ്പൊ പിന്നെ VDക്കല്ലേ കൊടുക്കാവൂ എന്നാണ് എന്റെ അഭിപ്രായം, വ്യക്തമായ അഭിപ്രായം. UDF അധികാരത്തിൽ വരും, വേറെ സംശയമൊന്നുമില്ല. എന്താ അങ്ങനെ പറയാനുള്ള കാരണം പല വിഷയങ്ങളുണ്ട്. കാര്യം വിലക്കയറ്റം ഒത്തിരി വിഷയങ്ങൾ കേരളത്തിലുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ്. മാറ്റം വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ തുടർ ഭരണം വേണ്ട? തുടർ ഭരണം വേണ്ട എന്നൊരിക്കലും പറയില്ല, തെറ്റൊന്നും പറയില്ല. ജനം മാറിയാൻ ചിന്തിച്ചു, അത് മാറി തന്നെ മാറി. മാറ്റം വേണമെന്നാണ്? മാറ്റം വരും. അപ്പൊ
UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് ചേട്ടൻ സജസ്റ്റ് ചെയ്യുന്നത്? അത് തീർച്ചയായിട്ടും പാർട്ടിയുടെ ഹൈക്കമാൻഡ് ആണല്ലോ തീരുമാനിക്കണം എന്നല്ലേ അവർ പറയുന്നത്. ഇവിടെ ജനങ്ങൾക്ക് പിന്നെ വേറെ അർത്ഥമില്ലല്ലോ, തീരുമാനിക്കല്ലേ. വി.ഡി. സതീശനായിരിക്കും കേരളത്തിൽ ഈ 5 വർഷം ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടത്തിയത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ തന്നെയാണ്. അതിൽ വേറെ സംശയമൊന്നുമില്ല. അപ്പൊ അതിനുള്ള അംഗീകാരം അവിടെ കൊടുക്കണം. ചെയ്ത ജോലിക്കുള്ള കൂലി അല്ലെങ്കിൽ ചെയ്ത ജോലിക്കുള്ള അംഗീകാരം. നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയും കൂടിയാണ്. നല്ലൊരു ഫൈറ്റിംഗ് ആയിരുന്നു അയാളുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള പ്രതിച്ഛായ. അവിടെ രാഷ്ട്രീയമെന്നോ വ്യക്തിയെന്നോ ഘടകമെന്നോ വേറെ ഒന്നോ അതിനകത്ത് വരുന്നില്ല. അയാൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുൻ പ്രതിപക്ഷ നേതാക്കന്മാർ എന്തെല്ലാം ചെയ്തോ ആ രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന്റെ ഫലവും ഇപ്പൊ ST പോൾ വഴി കാണാനും കേൾക്കുവാനും കഴിയുന്നുണ്ട്.